നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാവിലെയിലേക്ക് നമ്മൾ പുതിയൊരു വാർത്താ ദിനം ഇവിടെ തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ദിവസം തന്നെയാണ് ഇന്നത്തേതും. അപ്പോൾ ആ വാർത്തകളെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗാസ സമാധാനത്തിലേക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം നിലവിൽ വന്നു. ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. ബന്ദികളെ തിങ്കളാഴ്ച മോചിപ്പിച്ചേക്കും. ട്രംപ് ഉടൻ കെയ്റോയിലെത്തുമെന്ന് അഭ്യൂഹങ്ങൾ. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരം ലഭിക്കുമോ എന്ന ആകാംക്ഷ. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇലോൺ മസ്ക്, ഇമ്രാൻഖാൻ തുടങ്ങിയവർ പട്ടികയിൽ. പ്രഖ്യാപനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. സ്വർണ്ണമോഷണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സൂചന. പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പിന് തുടക്കമാകുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. പ്രധാന മുന്നണികളിൽ സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നു. എല്ലാ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി തേജസ്വി യാദവ്. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിൽ അന്വേഷണം തുടർന്ന ED. പിടിച്ചെടുത്ത രേഖകളുടെ ഫോറൻസിക് പരിശോധനയിലേക്ക് അന്വേഷണ സംഘം. ഇടനിലക്കാരായ ഷൈൻ മോട്ടോഴ്സിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. തട്ടിപ്പിൽ ഇടനിലക്കാരനായത് ഭൂട്ടാനിലെ ആർമി മുൻ ഉദ്യോഗസ്ഥനെന്ന വിവരങ്ങൾ. വിശദമായി കടക്കുകയാണ്. ഗാസയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. 2 വർഷം നീണ്ടുനിന്ന വംശഹത്യയ്ക്കൊടുവിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള ആദ്യഘട്ടത്തിന് ധാരണയായിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേൽ മന്ത്രിസഭയും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും. 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറുന്ന നടപടികളും തുടങ്ങും. സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറും. MG മിഥുനുണ്ട് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സമാധാന കരാറിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭ തന്നെ അംഗീകരിച്ചിരിക്കുന്നു കരാർ. വെടിനിർത്തൽ എത്രയും വേഗം തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്ന ശുഭസൂചനയാണ് നമുക്ക് മുന്നിലുള്ളത്. അല്ലെ, ഗുഡ് മോർണിംഗ്. എന്തായാലും തീർച്ചയായും സൂചനകൾ നൽകുന്ന ചില വിവരങ്ങൾ തന്നെയാണ് ഗാസയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലേക്ക് വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ ഈ ആദ്യഘട്ട ചർച്ചകളിൽ പ്രധാനമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നത് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു. അക്കാര്യത്തിലുമൊക്കെ ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നും നാളെയും ഒക്കെയായി ഇത് എവിടെ വെച്ച് നടത്തണം, എങ്ങനെ ബന്ദികളെ കൈമാറണം, അത് ഏത് സ്ഥലത്ത് വെച്ച് നടത്തണം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം കൂടി നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 20 ദിന പദ്ധതി അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ട്രംപിന്റെ 20 ദിന പദ്ധതിയോട് അംഗീകരിക്കരുത്, അങ്ങനെ അംഗീകരിച്ചാൽ തങ്ങൾ സർക്കാരിനെ താഴെ വീഴ്ത്തുമെന്നടക്കമുള്ള വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർ ചില ഭീഷണികളൊക്കെ മുഴക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊക്കെ കണ്ടില്ല എന്നും അല്ലെങ്കിൽ അതൊക്കെ വിലപ്പോകില്ല എന്നും കരുതുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടി നൽകിക്കൊണ്ടായിരുന്നു ഈ ഇസ്രായേൽ മന്ത്രിസഭ ഈ പ്രഖ്യാപനത്തോട് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയോട്, ഈ വെടിനിർത്തൽ കരാറിനോട് അടക്കം ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്, അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നത്
ഇരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അടുത്ത 2026 ഇസ്രായേലിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ സമയം വരെ ഈ ഒരു ഇടക്കാല സർക്കാരിനെ ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്നെ നയിക്കാനാവുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ സർക്കാർ താഴെ വീണാൽ പോലും. അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിലൊരു നീക്കം പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പതിയെ ആദ്യഘട്ടത്തെ ധാരണയനുസരിച്ച് പതിയെ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങും. ഇപ്പോഴുണ്ടായിരിക്കുന്ന സൈന്യ വ്യൂഹം അത് കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഗാസയിൽ ചില സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരു തരത്തിലുമുള്ള ആക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഗാസ മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും നിലവിൽ ഇനി ആദ്യഘട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ ബന്ദി കൈമാറ്റവും ഒപ്പം തന്നെ ഈ വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ നടപ്പിലാവാൻ പോകുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മിഥുൻ, ഈ ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമോ? പിന്നീട് ഈ പലസ്തീൻ്റെ ഒരു ഭരണം കൈമാറുന്നത് ഇനിയൊരു പ്രത്യേക ബോർഡിനായിരിക്കും. പീസ് ഓഫ് ബോർഡ് എന്ന് പറയുന്നത് അത് ട്രംപ് തന്നെ അതിന് അധികാരം നൽകുന്ന ഒരു ബോർഡായിരിക്കും. അപ്പോൾ ആ ബോർഡിന്റെ ഭരണത്തിലേക്ക് പലസ്തീൻ്റെ അധികാരം കൈമാറുന്നത് അടക്കമുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നത് ഒരുപക്ഷെ രണ്ടാം ഘട്ടത്തിലായിരിക്കുമോ? തീർച്ചയായും ആര്യ, അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും ഹമാസിന്റെ നിരായുധീകരണം, ഒപ്പം തന്നെ ഗാസയിലെ ഭരണം അത് ആർക്ക് വേണമെന്നുള്ള കാര്യത്തിലാണ്. അതായത് നേരത്തെ തന്നെ ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ഈ 20 പദ്ധതിക്ക് പുറമെ ഹമാസ് ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലതൊന്നായിരുന്നു ഈ ഗാസയിലെ പുനർനിർമ്മാണം. അത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കണം. അവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വതന്ത്ര പലസ്തീൻ കമ്മിറ്റി എന്ന അതിൽ ഒരു ഭരണസമിതി നിയോഗിച്ചുകൊണ്ട് അതിൽ തന്നെ കൃത്യമായി തന്നെ ഇവിടുത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒപ്പം തന്നെ തിരികെ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരെ തിരികെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകണമെന്നടക്കമുള്ള ചില സുപ്രധാനമായിട്ടുള്ള ഉപാധികൾ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഒന്ന് പൂർണ്ണമായുമുള്ള ഒരു വെടിനിർത്തലാണ്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തൽ, താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ മാത്രം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. ഒപ്പം തന്നെ മരുന്നും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കണം. കാരണം ഇപ്പോഴും പല ട്രക്കുകളും ഇസ്രായേൽ സേന തടയുന്നതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവയൊക്കെ കൃത്യമായി തന്നെ ഗാസയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ ഈ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതൊക്കെ ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. അതൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ച നടക്കും. അതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂല നടപടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആദ്യഘട്ടം സമ്പൂർണ്ണ വിജയമായി തന്നെ കണക്കാക്കാം. അത് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലിലൂടെ കൂടി അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ധാരണയിൽ ഒപ്പിടാൻ പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കെയ്റോയിലേക്ക് എത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് ഒരു ഔദ്യോഗിക റിപ്പോർട്ടല്ല എങ്കിൽ പോലും തന്നെ അങ്ങനെയുള്ള ചില വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇസ്രയേലും ഒപ്പം തന്നെ ഹമാസും ഈ ഒരു ധാരണയിൽ ഒപ്പുവെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചുകൂടി ഒരു ബലം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മറികടന്നുകൊണ്ട് നേരത്തെ നമുക്കറിയാം മുൻകാലങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ചില ധാരണയിലേക്കും കരാറുകളിലേക്കും ഒക്കെ പോയതായിരുന്നു, വെടിനിർത്തലിലേക്കൊക്കെ പോയി. എങ്കിൽ പോലും തന്നെ ഇസ്രായേൽ അത് ലംഘിക്കുന്നുണ്ടായിരുന്നു, ഹമാസ് ലംഘിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുപക്ഷത്തിൽ നിന്നും ഈ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു തരത്തിലേക്ക് ഇനിയും പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു 20 പദ്ധതിയുടെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയൊരു വെടിയൊച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരത, വംശഹത്യ അടക്കമുള്ള കാര്യങ്ങൾ ഗാസയിൽ ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുമെന്നാണ്. യെസ്, എം ജി മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും ഗാസയിൽ സമാധാനത്തിന്റെ സൈറൻ മുഴങ്ങുന്നു എന്നത് തന്നെയാണ് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത. ഇസ്രായേൽ കൂടി സമാധാന കരാർ ഔദ്യോഗികമായി ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു. 72 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ബന്ദികളുടെ മോചനം സാധ്യമാകുന്നു. എന്തായാലും ഈ സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടം അത് പരിപൂർണമായ വിജയമായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. കരാർ ഒപ്പിടുന്നത് സാക്ഷിയാകാൻ വേണ്ടി, മധ്യസ്ഥത വഹിക്കുവാൻ വേണ്ടി ട്രംപ് തന്നെ നേരിട്ട് കെയ്റോയിലേക്ക് എത്തുന്നു എന്ന സൂചന കൂടി നമുക്ക് മുന്നിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ,
ഇന്ന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അന്തരിച്ച പോപ്പ് ഫ്രാൻസിസിന് പുറമെ ഇലോൺ മസ്ക്, ഇമ്രാൻഖാൻ, വ്ളാഡിമിർ സെലൻസ്കി എന്നീ പ്രമുഖരും സാധ്യതാ പട്ടികയിലുണ്ട്. അതേസമയം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് ഏറെ ആകാംക്ഷ നൽകുന്ന ഒന്ന്, ഈ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ നൊബേൽ പുരസ്കാരത്തിനായി ഏറെക്കാലമായി അത് ആഗ്രഹിച്ചുകൊണ്ട് മുന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ന് ട്രംപിന് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ, ഈ 2025 ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും വിലയിരുത്തുക എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ സാധ്യത കുറവാണ് എന്ന ചില വിലയിരുത്തലുകളും ചില വിദഗ്ധർ നടത്തുന്നുണ്ട് എന്നതാണ്. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഗുഡ് മോർണിംഗ്. അജയ്, നമുക്കറിയാം ഈ ട്രംപ് ഈ നൊബേൽ സമ്മാനത്തിന് വേണ്ടി എത്രത്തോളം വലിയ അവകാശവാദങ്ങൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് മധ്യസ്ഥത വഹിക്കാൻ കഴിയുക, അവിടെയൊക്കെ പോയി ഇടപെടുക, ട്രംപിനെ ആരും ക്ഷണിച്ചില്ലെങ്കിൽ പോലും അവിടേക്ക് ഇടിച്ചു കയറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പോലും, ആ സംഘർഷ സാഹചര്യം പോലും ലഘൂകരിച്ചത് താനാണ് എന്നുള്ളത് നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഈ നൊബേലിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ആര്യ, ട്രംപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാഞ്ചനമാല മൊയ്തീന് വേണ്ടി കാത്തിരുന്നതിനേക്കാൾ കഷ്ടമായിട്ടാണ് അദ്ദേഹം ഈ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഏതാണ്ട് 2009 മുതൽ തന്നെ ഈ കാത്തിരിപ്പ് തുടങ്ങിയതാണ്. അപ്പോൾ മുതൽ തന്നെ അദ്ദേഹം പരസ്യമായി പല വേദികളിലും ഒരു ഇൻഡയറക്റ്റായിട്ട് ഈ നൊബേൽ പുരസ്കാരം താൻ സമാധാനത്തിൻ്റെ ദൂതനാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ തുടർന്ന് ഇപ്പോൾ രണ്ടാമത്തെ ടേമിൽ പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്തരം വാദങ്ങൾ അദ്ദേഹം ഈ നൊബേൽ പുരസ്കാരം തനിക്ക് വേണം എന്നുള്ള വാദങ്ങൾ ഡയറക്റ്റായി തന്നെ ഉന്നയിച്ചു തുടങ്ങി. അദ്ദേഹം പിന്നെ പ്രധാനമായിട്ടും എടുത്തു വെച്ചത് ഇത്തരത്തിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്നുള്ള വാദം അദ്ദേഹം ആവർത്തിച്ച് പല വേദികളിലും വീണ്ടും വീണ്ടും എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ കഷ്ടിച്ചൊരു 3-4 ദിവസം മുമ്പ് വരെ അദ്ദേഹം വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ വരെ ഈ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആവർത്തിച്ച് അദ്ദേഹം തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കിട്ടാനുള്ള എല്ലാ വാദങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ നിലവിൽ ഗാസയിൽ നടക്കുന്ന സമാധാന കരാർ എന്ന് പറയുന്നത്. ആ സമാധാന കരാർ ഇപ്പോൾ പ്രാബല്യത്തിൽ വരുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വരെ ട്രംപിന് പുരസ്കാരം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഡെലിഗേഷൻ വരെ അവർ വരെ ട്രംപിന് നൊബേൽ പുരസ്കാരം വേണം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ, പിന്നെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ അനുയായികൾ, ഇവരെല്ലാവരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ട്വിറ്ററൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം ഒരു വിഫലമായി പോകുമോ എന്നുള്ള കാര്യം തന്നെയാണ്, അതിനുള്ള സാധ്യതയാണ് പ്രധാനമായിട്ടും കാണുന്നത്. കാര്യം 2025 ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായിട്ടും ഈ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് വേണ്ടി പരിഗണിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ഈ വാദങ്ങളെല്ലാം അതിന് ശേഷമാണ് പ്രധാനമായിട്ടും വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം തള്ളിപ്പോകാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ട്രംപിൻ്റെ അനുയായികളും വലതുപക്ഷ ഗ്രൂപ്പുകളും പറയുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ട്രംപിൻ്റെ പേര് വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നു. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഈ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പുരസ്കാരത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. 1901 മുതൽ പ്രഖ്യാപിക്കാൻ തുടങ്ങിയതാണ്. നോർവേയിലാണ് പ്രത്യേക ഒരു നോർവേജിയൻ കമ്മിറ്റിയുണ്ട് ഈ അവാർഡ് പ്രഖ്യാപിക്കാൻ. ഓസ്ലോയിലുള്ള നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് 5 അംഗങ്ങൾ ചേർന്ന് ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഉച്ചയ്ക്ക് 2:30 ഈ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന് വേണ്ടി. അതുമാത്രമല്ല ഇത്തവണത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 125 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മാധ്യമങ്ങൾക്ക് ഈ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് 2 മാധ്യമങ്ങൾക്ക് മാത്രമേ ഇതിനുള്ള അനുമതി നൽകിയിട്ടുള്ളൂ. BBC-ക്കും അതുപോലെ തന്നെ നോർവേജിയൻ നാഷണൽ ബ്രോഡ്കാസ്റ്റിനും മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അവർക്ക് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്ന വേദിക്കകത്ത് ചെന്ന് ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കും എന്നുള്ള പ്രത്യേകതയും ഇത്തവണ ഒരു വലിയ രീതിയിലുണ്ട്. മാത്രമല്ല അജയ്, ഇപ്പോൾ ഈ
ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, സാധ്യതാ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള പല പേരുകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ്. ഇമ്രാൻഖാന്റെ പേരുണ്ട്, ഇലോൺ മസ്കിന്റെ പേരും ഒക്കെ അതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ്. തീർച്ചയായിട്ടും ഇത്തവണത്തെ ലിസ്റ്റ് വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഇത്തവണ ട്രംപിനെതിരായിട്ട് US നിൽക്കുന്ന ഒരു പ്രമുഖനാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ പേര് ഇത്തവണത്തെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ട്രംപ് തൻ്റെ ഈ ഒരു നൊബേൽ പുരസ്കാരം, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം, അദ്ദേഹത്തിന് അതിനുള്ള ആഗ്രഹം കൂടി അത് വലിയൊരു ഡെസ്പറേറ്റ് ആയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ എതിരാളിയായിട്ടുള്ള ബരാക് ഒബാമയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷമാണ്. ഇപ്പോൾ ഈ ഇലോൺ മസ്കും ഈ സാധ്യതാ പട്ടികയിൽ ഉള്ളത് കൊണ്ട് തന്നെ ട്രംപിന് അത് വലിയൊരു തലവേദനയായിട്ടുണ്ട്. ഇനി എങ്ങാനും ഇലോൺ മസ്കിന് കിട്ടുമോ എന്നുള്ളൊരു ഭയവും അദ്ദേഹത്തിനുണ്ട്. പിന്നെ മറ്റ് പേരുകൾ നോക്കുകയാണെങ്കിൽ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം ഈ കൂട്ടത്തിലുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇമ്രാൻഖാൻ, പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ടാണ് ഇമ്രാൻഖാൻ്റെ പേരുള്ളത്. അതുപോലെ തന്നെ വ്ളാഡിമിർ സെലൻസ്കിയുടെ പേരുണ്ട്, അതും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണിത്. എന്നാൽ സെലൻസ്കിയുടെ പേര് ഈ ലിസ്റ്റിലേക്ക് വന്നത് റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് സെലൻസ്കിയെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. മാത്രമല്ല ചില സംഘടനകളും ഇപ്പോഴത്തെ ഈ ലിസ്റ്റിലുണ്ട്. പ്രധാനമായിട്ടും സുഡാൻ എമർജൻസി റെസ്പോൺസ് റൂംസ്, അവിടെ സുഡാനിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ലിസ്റ്റിലുള്ളത്. മാത്രമല്ല ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, പിന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, പിന്നെ യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി, ഇത്തരം സംഘടനകളെല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പ്രധാനമായിട്ടും ഈ ലിസ്റ്റിൽ വന്നത് ഗാസയിൽ നടത്തുന്ന സമാധാന പ്രവർത്തനങ്ങൾ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഏജൻസികളെല്ലാം ഈ ലിസ്റ്റിൽ വന്നത്. ഈ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി, അവർ ഇതിനു മുമ്പേ 2 തവണ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാക്കളായിരുന്നു. അവരുടെ പേര് ഇത്തവണയും പരിഗണിച്ചിട്ടുണ്ട്. അവർ വിജയിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയുമുണ്ട്. പ്രത്യേകിച്ച് ഈ റെഫ്യൂജി പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ലോകത്ത് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുകയാണ്. അതിന് റെഫ്യൂജികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മുൻപ് കിട്ടിയിട്ടുള്ളവരുൾപ്പെടെ ഇത്തവണത്തെ ലിസ്റ്റിൽ അജയ്, എന്തായാലും ഈ 2025 ജനുവരി വരെ എന്നുള്ളൊരു മാനദണ്ഡം വെച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ ട്രംപിന്റെ സാധ്യത ഒരല്പം മങ്ങുന്നത്. പക്ഷെ അതിനപ്പുറം അടുത്ത വർഷം കിട്ടാനുള്ള സാധ്യത അതിലേറെ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തവണ കിട്ടിയില്ലെങ്കിൽ. അതെ, അങ്ങനെ ഒരു തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ നിലവിലുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരു ലോക സാഹചര്യം നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും സംഘർഷങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോഴും തുടരുന്ന ഒരു വലിയ തലവേദനയായിട്ട് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നൊരു പ്രതിസന്ധിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം. അപ്പോൾ അത് ഇപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ US മുൻപ് മുതലുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കയറി ഇടപെട്ട് ഒന്നുകിൽ പ്രശ്നം വഷളാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം US പണ്ട് മുതലേ ചെയ്തു വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അധ്യായമാണ് ട്രംപ് ഇപ്പോൾ വന്നതിന് ശേഷം തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്നാൽ ട്രംപിൻ്റെ ഈ മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഈ ഉദ്ദേശത്തിന് മറ്റൊരു കാരണം കൂടി പറയുന്നത് ഈ നൊബേൽ പുരസ്കാര അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇനി പ്രധാനമായിട്ടും ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ കഠിന പരിശ്രമം നടത്തുക, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. ആ ഒരു യുദ്ധം അവസാനിപ്പിച്ച് അടുത്ത തവണത്തേക്കെങ്കിലും തൻ്റെ പേര് ഈ പരിഗണിക്കുക, എങ്ങനെയെങ്കിലും ഈ പുരസ്കാരം ഒബാമയ്ക്ക് തുല്യനായി വാങ്ങിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയിരിക്കാം ഇന്നത്തെ പ്രഖ്യാപനം. അതെ, നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇത്തരത്തിൽ വളരെ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇന്നത്തെ സമാധാന നൊബേൽ പ്രഖ്യാപനത്തിലേക്ക്. ഇന്ത്യൻ സമയം നോക്കുകയാണെങ്കിൽ 2:30 ഉച്ചയ്ക്ക് 2:30 ഈ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഈ സമാധാന പുരസ്കാരം ലഭിക്കുമോ, നൊബേൽ ലഭിക്കുമോ എന്നുള്ളതാണ് വലിയ ആകാംക്ഷ. എന്തായാലും കാത്തിരുന്ന് കാണാം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ എയർഫോഴ്സ്. 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നു. തെഹ്രീക്ക് താലിബാൻ തലവൻ നൂർ വാലി മഹസൂദിനെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണമാണിതെന്നാണ് വിവരം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വീണ്ടും സംഘർഷമാണോ ആ മേഖലയിൽ? എങ്ങനെയാണ് വിശദാംശം?
ആര്യ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ TTP തലവൻ മെഹ്സൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ TTP തലവന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ മെഹ്സൂദിന്റെ മകൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തെഹ്രീക്കെ താലിബാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാകിസ്ഥാൻ ആർമിയെ ലക്ഷ്യമിട്ടുകൊണ്ട് പലയിടങ്ങളിലായി ബോംബാക്രമണങ്ങളും കുഴിബോംബാക്രമണങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പക്തൂൺഖ പ്രവിശ്യയിൽ ആണ് ഈ TTPക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ശക്തിയുള്ള മേഖല എന്ന് പറയുന്നത്. അവിടെയായിരുന്നു കഴിഞ്ഞ മാസം ഇത്തരത്തിൽ പാകിസ്ഥാൻ ചില എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ബോംബുകൾ ഇടുകയും സാധാരണക്കാരായിട്ടുള്ള ചിലർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപോലെ തന്നെ 30-ലധികം സാധാരണക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ പലയിടങ്ങളിലായി ഈ പാകിസ്ഥാന്റെ സോൾജേഴ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് TTP പല ബോംബിങ്ങും നടത്തുകയും ചെയ്തിരുന്നു, കുഴിബോംബ് ആക്രമണമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ കുഴിബോംബ് ആക്രമണത്തിൽ 11 സോൾജേഴ്സ് മരിച്ചിരുന്നു. അതിൽ ലഫ്റ്റനന്റ് കേണൽ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ തലവനെ ലക്ഷ്യമിട്ടുകൊണ്ട് മെഹ്സൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. കാബൂളിൽ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മേഖല ലക്ഷ്യമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ എയർഫോഴ്സ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തക്കി അടക്കമുള്ളവർ ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം നടന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് താലിബാൻ ഈ ഭരണം, അഫ്ഗാനിസ്ഥാന്റെ ഭരണം കൈയാളിയതിനു ശേഷം 2021 ശേഷം അവിടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പാളിച്ചയാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ പരിമിതമായി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, അഫ്ഗാനിസ്ഥാനിൽ ഇത്തരത്തിൽ ആർമിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവിടെ അത്രത്തോളം സോൾജേഴ്സിന്റെ ഒരു അഭാവവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നോ താലിബാന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, പക്ഷേ മെഹ്സൂദ് രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മെഹ്സൂദിന്റെ മകൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പക്തൂൺഖ പ്രവിശ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അസ്വാരസ്യങ്ങൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് മാറുകയാണ്. ഒരുപക്ഷേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മറ്റൊരു സംഘർഷത്തിലേക്ക് പോയി ഇത് വഴിവെച്ചേക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ, താലിബാന്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ അടക്കം വരും മണിക്കൂറിൽ ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. ആര്യ, MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തിയാൽ പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ദേവസ്വം വിജിലൻസ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കണ്ടെത്തലുകൾ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. സ്വർണ്ണ മോഷണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് വിജിലൻസിന്റെ നിഗമനം. സ്വർണം പൂശിയ പാളികളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തേക്കും. ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഇന്നലെ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ചെമ്പ് പാളികൾ എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസും ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങും. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ നാളെ സന്നിധാനത്തെത്തും. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിൽ സമഗ്ര അന്വേഷണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വാഹനങ്ങൾ രാജ്യാതിർത്തി കടത്തിക്കൊണ്ടുവന്നതിൽ പണമിടപാടിന്റെയും വിദേശ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ലഭിക്കാൻ പിടിച്ചെടുത്ത രേഖകളുടെ ഫോറൻസിക് പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു. കസ്റ്റംസിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ RTOകളും പോലീസും EDയെ സഹായിക്കുന്നുണ്ട്. ഇടനിലക്കാരനെന്ന് ED കണ്ടെത്തിയ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിലെ 2 പേരെയാണ് ചോദ്യം ചെയ്തത്. കൂടുതൽ പേരെ കണ്ടെത്തിയതായും അവരെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഭൂട്ടാനിലെ ആർമി മുൻ ഉദ്യോഗസ്ഥനെ ഇടനിലക്കാരനാക്കിയായിരുന്നു തട്ടിപ്പ്. ഭൂട്ടാനിൽ നിന്ന് 16 വാഹനങ്ങൾ വാങ്ങിയതായി സംഘം സമ്മതിച്ചിരുന്നു.
ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ പാലിയേക്കരയിലെ ടോൾ പിരിവ് കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ 10 ദിവസം മുൻപ് ഹൈക്കോടതി തീരുമാനിച്ചിരുന്നു. എന്നാൽ മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതോടെ ഉത്തരവിടുന്നത് മാറ്റിവെക്കുകയായിരുന്നു. നിലവിലെ അറ്റകുറ്റപ്പണിയുടെ പുരോഗതി ജില്ലാ കളക്ടർ ഇന്ന് കോടതിയെ അറിയിക്കും. ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ അടക്കം അവസ്ഥ മോശമാവുകയും ഗതാഗത കുരുക്ക് പതിവാവുകയും ചെയ്തതോടെയാണ് ടോൾ പിരിവ് 2 മാസം മുൻപ് ഹൈക്കോടതി തടഞ്ഞത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് സ്വാഭാവികമായിട്ടും പുതിയ ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിവസമാണ് അല്ലേ? പക്ഷേ ഇന്നൊരു പഴയ ചിത്രമാണ് തിയേറ്ററുകളിലേക്ക് പുതിയ ഭാവത്തിൽ എത്താൻ പോകുന്നത്. മോഹൻലാലിന്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിൽ ഒന്നായ രാവണപ്രഭു വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. 24 വർഷം മുൻപ് തിയേറ്ററുകളെ ഇളക്കി മറിച്ച ചിത്രത്തിന്റെ 2ാം വരവിലും ഗംഭീര സ്വീകരണമാണ് ആരാധകർ ഒരുക്കുന്നത്. ദേവാസുരത്തിന് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയാണ് രാവണപ്രഭു. തിരുവനന്തപുരത്ത് നിന്ന് MS ഹരികൃഷ്ണനും എറണാകുളത്ത് നിന്ന് നവമി ദിനേശും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവർ തിയേറ്ററുകളിലാണ് ഉള്ളത്. അപ്പോൾ ഹരി, ഫസ്റ്റ് ഷോ എപ്പോഴാണ്? നമ്മൾ ഈ 90 കിഡ്സിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോഹൻലാലിന്റെ ഫാനായി മിക്കവരും മാറിയത് ഒരു പക്ഷേ രാവണപ്രഭു പോലെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. ഈ 90s അവസാനം 2000 തുടക്കത്തിലൊക്കെ ജനിച്ച കുട്ടികളൊക്കെ ഒരു പക്ഷേ തിയേറ്ററിൽ പോയി ഈ ചിത്രം കണ്ടിട്ടുണ്ടാവില്ല. ഇനി കണ്ടാൽ തന്നെ ഓർമ്മയുണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വീണ്ടും ആ ഒരു മാസ് ഹിറ്റ് തിയേറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അതുതന്നെയാണ് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തുടക്കത്തിൽ പറയാനിരുന്നതാണ്, എല്ലാം ആര്യ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2001 റിലീസ് ചെയ്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് ഡയറക്ഷനിൽ ഇറങ്ങിയ ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ദേവാസുരം പോലൊരു കൾട്ട് ക്ലാസിക്കിൽ 2ാം ഭാഗം ഒരു സ്റ്റൈലിഷ് മാസ് എന്റർടൈനർ ആയിട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം കാർത്തിക് ശങ്കർ കൊച്ചിയിൽ വെച്ചിട്ട് നമുക്ക് നൽകിയ ബൈറ്റിൽ പറഞ്ഞ അതേ വാചകം ഞാൻ കോട്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ പറയാനുള്ള ആര്യ പറഞ്ഞു. പക്ഷേ 7:30 ഒരു ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഫാൻ ഷോ സത്യം പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഉണ്ടായിരുന്നു. 7 മണിക്ക് കൈരളി തിയേറ്ററിലായിരുന്നു ഫാൻ ഷോ നടന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്നായിരുന്നു ആ ഫാൻസ് ഷോ 7 മണിക്ക് തീരുമാനിച്ചത്. കാരണം അതിനു മുമ്പ് തലസ്ഥാനത്ത് 7:30 തുടങ്ങുമെന്നായിരുന്നു ആദ്യം പ്ലാൻ. പെട്ടെന്നാണ് അവർ 7 മണിക്ക് ഒരു ഫാൻ ഷോ കൈരളി തിയേറ്ററിൽ പ്ലാൻ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ 7:30 ഇവിടെ ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ ആദ്യത്തെ ഷോ നടക്കുന്നുണ്ട്. അപ്പൊ പലരും അകത്തോട്ട് കയറി, കാരണം സമയം എത്തുന്നതായാലും 7:26. അപ്പോൾ കുറച്ച് ആവേശവും ബഹളവും ഒക്കെ ഈ ഏരീസിലുണ്ടായിരുന്നു. അതിന്റെ കഴിഞ്ഞിട്ട് പലരും തിയേറ്ററിലേക്ക് അവസാന നിമിഷം പോകാനും ആ തുടക്കത്തിലെ ഇൻട്രോ അതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ രാവിലെ 7:30 മണിക്ക് ഇത്രയധികം ആളുകൾ വരുന്നത് ഒരു പുതിയ സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ 2ാം ഭാഗം എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം അറിയുന്ന, ക്ലൈമാക്സ് ഉൾപ്പെടെ അറിയുന്ന, ഇൻട്രോ എങ്ങനെയാണെന്ന് അറിയുന്ന 24 വർഷമായിട്ട് തിയേറ്ററുകളിൽ ആദ്യം കണ്ട് പിന്നീട് അതിനുശേഷം ടിവിയിലൊക്കെ തന്നെ മാറി മാറി കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമയെക്കുറിച്ച് ആ സിനിമ എത്രയോ വട്ടം ടിവിയിൽ ഇവരെ തന്നെ കണ്ടിട്ടുണ്ടാവും. അതിന്റെ ആവേശം ഉൾക്കൊണ്ട് തിയേറ്ററുകളിൽ, അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അന്ന് തിയേറ്ററിൽ പോയി കാണാൻ കഴിയാതെ പോയ, പ്രത്യേകിച്ച് പ്രായം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ആ സിനിമ 24 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വീണ്ടും കാണാൻ കഴിയുന്നതിന്റെ ഒരു ആവേശം, അത് തന്നെയാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കവിതയിൽ ഒരു പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. അത് പൊട്ടിക്കുമെന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ആളുകൾ പറയുന്നത്. കാരണം ലാലേട്ടന്റെ കോട്ടയാണ്, ലാലേട്ടന്റെ മണ്ണാണ്, അത് തകർക്കാൻ ഇവിടെ ഫാൻസ് പിള്ളേർ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഫാൻ ഷോ എടുക്കാൻ പോയ സമയത്ത് 7 മണിക്ക് ആ ഒരു ഷോ എടുക്കാൻ പോയ സമയത്തുള്ള ആളുകളുടെ പ്രതികരണം. എന്തായാലും 7:30 അത് തകർക്കുന്ന രീതിയിലേക്ക് ഇവിടെയും ഷോ വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഷോ കഴിഞ്ഞിട്ട് ഒരു വലിയ ഗംഭീര പ്ലാനൊക്കെ ഫാൻസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. കേക്ക് കട്ടിങ്ങും മറ്റേ പടക്കം പൊട്ടിക്കലും ഒക്കെ തുടങ്ങി വലിയ ആഘോഷ പരിപാടികളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 9:30-9:45 ആകുമ്പോഴേക്കും. ശരി ഹരി, ഒരു നിമിഷം ഞാൻ ഹരിയിലേക്ക് ഒന്ന് വരാമേ. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ നവമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു നിമിഷം നവമി, ഇവിടെ ഹരി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരംകാരും കൊച്ചിക്കാരും തമ്മിലൊരു കോമ്പറ്റീഷൻ ആണ്. ആരാണ് ഏറ്റവും മാസ്സായിട്ട് തിയേറ്ററുകളിലേക്ക് ആളുകളെ കുത്തി നിറച്ചുകൊണ്ട് ഈ ചിത്രം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഹരി പറയുന്നത്. എങ്ങനെ, അവിടെ വലിയ തിരക്കുണ്ടോ? ഏത് തിയേറ്ററിന് മുന്നിലാണ് നവമി ഉള്ളത്? ആരെയും ഞാനിപ്പോൾ കവിതാ തിയേറ്റർ മുന്നിലാണുള്ളത്. ഇന്നലെ വൈകുന്നേരം ഇവിടെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. വലിയ ആഘോഷമായിരുന്നു. DJ പാർട്ടിയായിരുന്നു. DJ വെച്ച് തുടങ്ങി, പിന്നീട് വലിയ ആഘോഷം. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കവിതാ തിയേറ്ററിൽ പ്രിവ്യൂ ഷോന്റെ റീൽസുകൾ ഇങ്ങനെ ആറാടുകയാണ്. ആളുകളൊക്കെ വലിയ ആഘോഷം. തിയേറ്ററിന്റെ ഉള്ളിൽ ഡാൻസും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2K കിഡ്സ് ആണ് ഇത്തവണയും കൂടുതലായിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു സിനിമ ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അത് ആളുകൾ
അത്രയും ആവേശത്തോടെ, പ്രത്യേകിച്ച് കുട്ടികളടക്കം ആവേശത്തോടുകൂടി കാണുന്നെങ്കിൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ. ആ ലാലേട്ടൻ ഉണ്ടാക്കിയ ഓളം അതിപ്പോഴും മാറിയിട്ടില്ല. ലാലേട്ടനെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പിള്ളേരെല്ലാം രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയത്. നമ്മളിപ്പോ ഒരാളുടെ ബൈറ്റ് എടുത്തതേ ഉള്ളൂ. ആ കുട്ടികൾ പറയുന്നത് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ ഷോ കാണാൻ വന്നു. കാരണം അത്രയേറെ വെയിറ്റിംഗ് ആണ് രാവണപ്രഭു തിയേറ്ററിൽ കാണാൻ. കഥ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇതിലെ സംഭവമോ ഒന്നും അറിയാഞ്ഞിട്ടായിരിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, രാവണപ്രഭു 2ൽ കൂടുതൽ പ്രാവശ്യം കണ്ടവർ തന്നെയായിരിക്കും ഇവിടെ വന്നത്. പക്ഷെ അവർക്ക് ആ തിയേറ്ററിൽ കാണുന്ന എക്സ്പീരിയൻസ് അത് വേറൊന്ന് തന്നെയാണ്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഹായ് 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 ഹലോ. പോയാ കുട്ടികളൊക്കെ ഭയങ്കര ഷൈ ആട്ടോ. ഒരു 10 എന്തായാലും 10 തവണ ടിവിയിൽ കണ്ട കുട്ടികളാണ് രാവണപ്രഭു തിയേറ്ററിൽ കാണാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഷോ എല്ലാം ബുക്കിംഗ് ആണ്, ഫുൾ ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഷോ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് തിയേറ്ററിൽ ഷോ തുടങ്ങിയിരിക്കുന്നത്. എക്സൈറ്റഡ് ആണോന്നോ ഇത് കണ്ടറിയത്തില്ലേ? എന്നാലും ഇളക്കി മറിയിക്കും തിയേറ്റർ. പിന്നല്ലാതെ. അന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇത് സത്യം പറയാൻ അടുത്തൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ, നമുക്കത് കാണാൻ പറ്റിയില്ല. മോഹൻലാൽ ഫാൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. പിന്നല്ലാതെ. അതെ, മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടാണല്ലോ രാവിലെ തന്നെ ഈ രാവണപ്രഭു റീ റിലീസ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. അത് തന്നെയാണ് ആര്യ കൊച്ചിയിൽ നിന്നുള്ളത്. ഇപ്പൊ കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ ആളുകൾ കൂടുതൽ കയറുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ വരുന്നവരെല്ലാം മോഹൻലാലിന്റെ കട്ട ചങ്സ് ആണ്, അല്ലെങ്കിൽ ഫാൻസ് ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇന്നലത്തെ ഇവിടത്തെ വിഷ്വലൊക്കെ കാണുമ്പോൾ ആ രീതിയിലായിരുന്നു. വലിയ ആഘോഷവും പൂക്കളെറിഞ്ഞും മോഹൻലാലിന്റെ ആ ഡാൻസും ആ ഡയലോഗൊക്കെ ഏറ്റുപാടുകയും പറയുകയും ചെയ്ത ഒരു കൂട്ടം 2K കിഡ്സിനെയാണ് നമ്മൾ കണ്ടത്. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഷോ തുടങ്ങും. 7:30 ഷോ. ഹായ്, മോഹൻലാൽ ഫാനാണ്, അതുകൊണ്ടാണ് രാവിലെ വന്നത്. അത്രമാത്രം എക്സൈറ്റഡ് ആണ്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. ലാലേട്ടന്റെ പടം രാവണപ്രഭു ഒന്നും കൂടി കാണാനായിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആണ്. അല്ല, ഓരോ സീൻസും ഓരോ ഡയലോഗ് വരെ കാണാപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ തിയേറ്ററിളക്കി മറിക്കാൻ ഉറപ്പല്ലേ? അതിനല്ല കവിതയിൽ വന്നത്. എന്തായാലും അത്രയേറെ ആകാംക്ഷയിൽ തന്നെയാണ് കുട്ടികൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു സ്വീകരണം അത് മോഹൻലാലിന്റെ സിനിമകൾ റീ റിലീസ് ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ മറ്റൊരു താരത്തിന്റെയും സിനിമകൾ ഏറ്റെടുക്കുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആര്യ, തീർച്ചയായും. നവമി കൊച്ചിയിലെ കവിതാ തിയേറ്ററിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ ഫസ്റ്റ് ഷോയ്ക്ക് കയറുവാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെ ആവേശഭരിതരായി തിയേറ്ററിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരാം. ഹരിയുണ്ട് നമുക്കൊപ്പം അവിടെ നിന്ന്. ഹരി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാം മനസ്സിൽ ഈ രാവണപ്രഭുവിൻ്റെ ഈച്ച് ആൻഡ് എവറി സീൻ നമ്മുടെ കണ്ണിലും മനസ്സിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ക്ലൈമാക്സ് അറിയാം, ഇൻട്രൊഡക്ഷൻ അറിയാം, അതിൻ്റെ മിഡിൽ പോർഷൻ അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും നമ്മുടെ ഈ കാണാനെത്തുന്ന ആളുകളുടെയൊക്കെ ഒരു പക്ഷേ അച്ഛനും അമ്മമാരും ഒക്കെ ചോദിക്കുന്നുണ്ടാകും, കുട്ടികളെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് തിയേറ്ററിലേക്ക് പോയി വീണ്ടും പൈസ കളഞ്ഞ് ഈ സിനിമ കാണേണ്ട ഒരു ആവശ്യം എന്നുള്ളത്? ശരിക്കും എന്തിനായിരിക്കും ഹരി? ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് ഈ അച്ഛനമ്മമാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കില്ലായിരിക്കും. എന്നാലും അങ്ങനെ. വാർത്തകളിലേക്ക്. എറണാകുളം കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയിൽ 7 പേർ അറസ്റ്റിൽ. പിടിയിലായവരിൽ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. സംഘത്തിൽ മുഖം മൂടി ധരിച്ചെത്തിയ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഇപ്പോൾ കൂടുതൽ ആളുകൾ പിടിയിലാകുന്നുണ്ട്, അന്വേഷണം പല തലങ്ങളിലേക്ക് നീങ്ങുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. നവമി ദിനേശിലേക്ക് നമുക്ക് എത്താം. എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ട ഒരു സംഭവമാണിത്. എറണാകുളം കുണ്ടന്നൂരിലെ ഈ തോക്ക് ചൂണ്ടിയുള്ള കവർച്ച എന്ന് പറയുന്നത്. മോഷണത്തിൽ കവർച്ചയിൽ 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. പിടിയിലായവരിൽ ഒരാൾ എറണാകുളത്തെ അഭിഭാഷകനാണ്. സംഘത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർ കൂടിയുണ്ട്. അവർ പിടിയിലാവാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം വളരെ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട 7 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവരുമായി ബന്ധമുള്ള മറ്റ് നിരവധി പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ കൊച്ചി കമ്മീഷണർ അറിയിച്ച കാര്യമാണ്. നവമി,
നവമി കേൾക്കുന്നുണ്ടോ? തുടരാം. ആര്യായി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി 8 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇപ്പോൾ 7 പേരെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ ഈ കവർച്ചയ്ക്ക് നേരിട്ട് പങ്കെടുത്ത ഒരാളും പിടിയിലായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു മുഖ്യ ആസൂത്രകനായി പോലീസ് പറയുന്നത് ഒരു അഭിഭാഷകനാണ്. അയാളെയും അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരെ അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഉപയോഗിച്ചിരുന്ന കാർ തൃശൂരിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ 81 ലക്ഷം രൂപയാണ് ഈ കട ഉടമയിൽ നിന്നും തോക്ക് ചൂണ്ടി തട്ടിയെടുത്തത്. ഇനി എന്തിനാണ്, ഏത് വിധത്തിലാണ് ഇവർ ഈ ആസൂത്രണം ചെയ്തതെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. അതിന്റെ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് 7 പേരെ പിടിയിലായത്. 1-ാം പ്രതി ജോജി, 2-ാം പ്രതി വിഷ്ണു, 6-ാം പ്രതി സജി. മറ്റ് 3 പേരുടെയും പേര് അന്വേഷണ സംഘം പുറത്തു വിട്ടിട്ടുമില്ല. ഇങ്ങനെ 3 പേരാണ് ആദ്യമായി അന്വേഷണ സംഘം പിടികൂടുന്നത്. ഇവർ ആ സംഭവ സമയത്ത് തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഈ കട ഉടമയിൽ നിന്നും പണം വാങ്ങുന്ന സമയത്ത് തന്നെ ഇവരുണ്ടായിരുന്നു. ഇതിൽ ജോജിയാണ് ഈ സുബിൻ എന്ന ഈ കട ഉടമയുമായി സംസാരിക്കുകയും ഇയാളിൽ നിന്ന് പണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 81 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തത്. ഈ കട ഉടമ കടയിൽ നിന്നുകൊണ്ട് 81 ലക്ഷം രൂപ എണ്ണുന്നതിനിടയിലാണ് തോക്കു ചൂണ്ടി ഒരു കാറിലെത്തിയ സംഘം തോക്കു ചൂണ്ടി പണം ആവശ്യപ്പെടുകയും വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ആ പണം തട്ടിയെടുത്ത് മുങ്ങുകയും ചെയ്തത്. അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു, ഇവർക്ക് ഇത് വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു സംഭവം തന്നെയാണ്, ഒരു വലിയ ഒരു കൊള്ള തന്നെയാണ്. ഈ ജോജി ഈ സുബിനുമായി 15 ദിവസത്തെ മാത്രം പരിചയമേ ഉള്ളൂ. ആ പരിചയത്തിനിടയിലാണ് പൈസ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു ഫണ്ടിലിട്ട് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാളിൽ നിന്നും അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്തത്. ആ പണം കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തത്. ഈ ജോജിക്കൊപ്പം ഉണ്ടായിരുന്ന വിഷ്ണു, സജി, ഇവരെ 3 പേരെയും അന്വേഷണ സംഘം സംഭവ സമയത്ത് തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്നും വിശദമായി ചോദിച്ചറിഞ്ഞതിൽ നിന്നുമാണ് ഇവർക്കും ഇതിൽ വലിയൊരു പങ്കാളിയുണ്ട്. ഇതിൽ അതോടൊപ്പം തന്നെ ഒരു അഭിഭാഷകനും, എറണാകുളത്തെ ഒരു അഭിഭാഷകനും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നത്. ഈ അഭിഭാഷകനും സുബിനും തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അന്വേഷണ സംഘം ആ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 3 പേരെ പിടികൂടാനുണ്ട്. 3 പേരും മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തിലുള്ളവരാണ്. അവർ ഈ പണം കൊണ്ട് മുങ്ങിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷെ ഇവർ ഉപയോഗിച്ചിരുന്ന കാർ തൃശ്ശൂരിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആര്യ. യെസ്, നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. എൻഡിഎയിലും മഹാസഖ്യത്തിലും സീറ്റ് നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻ സ്വരാജ് 51 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്നാണ് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ER രാഗേഷ് ഉണ്ട് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന്. ER, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ പ്രത്യേകിച്ച് NDAയ്ക്കുള്ളിൽ ആയിട്ടില്ലേ? മറ്റ് നീക്കങ്ങൾ, നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഔദ്യോഗികമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ നൽകി തുടങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് വരെ കടന്നിരിക്കുന്നു. അപ്പോഴും ഈ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി നിൽക്കുന്ന സാഹചര്യമുണ്ടോ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും 243 അംഗ നിയമസഭയിൽ 121 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രികാ സമർപ്പണമാണ് ഇന്ന് ആരംഭിക്കുക. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ 7 ദിവസം മാത്രമാണ് ഇനി ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. പക്ഷേ ഒരു അന്തിമ പ്രഖ്യാപനത്തിലേക്ക് 2 മുന്നണികളും വന്നിട്ടില്ല. ചെറു കക്ഷികൾ ഈ 2 മുന്നണികളിലും തലവേദന ഉണ്ടാക്കുന്നുണ്ട്. NDAയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ HAM-ഉം ഒപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയും രാംവിലാസ് പാർട്ടിയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവരുമായുള്ള ധാരണയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ചിരാഗ് പാസ്വാനുമായി ഇന്നലെ കേന്ദ്രമന്ത്രി ബീഹാറിൽ നിന്നുള്ള നേതാവുമായി നിത്യാനന്ദ റായ് ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ശേഷം നിത്യാനന്ദ റായ് പ്രതികരിച്ചത് കാര്യങ്ങൾ പോസിറ്റീവാണ് എന്നാണ്. പക്ഷേ ചില നിലപാടുകൾ പാസ്വാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ BJP ഇപ്പോൾ നിലവിൽ തയ്യാറായിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ 40 സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് LJP മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ നിന്ന് പാസ്വാൻ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ 35 സീറ്റെങ്കിലും വേണം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഇത് കൂടാതെ 2 നിബന്ധനകൾ കൂടി ചിരാഗ് പാസ്വാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്, ഒന്ന് 5 ലോക്സഭാ മണ്ഡലങ്ങൾ, 5 MP-മാരാണ്
അപ്പോൾ ചിരാഗിൻ്റെ പാർട്ടിക്കുള്ളത്, LJPക്കുള്ളത്. അതിൽ തന്നെ ഓരോ മണ്ഡലത്തിലെയും 2 നിയമസഭാ സീറ്റുകൾ വെച്ച് വേണം എന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നിലവിൽ BJPയുടെയും HIMൻ്റെയും JDUവിൻ്റെയും കൈവശമുള്ള 3 സീറ്റുകളിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതാണ് നിലവിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് BJP നേതാക്കൾ പങ്കുവെക്കുന്നത്. ചിരാഗ് പാസ്വാൻ ആകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല. ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും VIP അടക്കമുള്ള പാർട്ടികളുമായി ഇതുവരെ ചർച്ച പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് 40 സീറ്റുകൾ വേണമെന്ന ആവശ്യമാണ് മുകേഷ് സൈനി മുന്നോട്ട് വെക്കുന്നത്. അതിലേക്ക് ഇതുവരെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. മാത്രവുമല്ല, അധികാരം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ചർച്ചകൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് 2 കക്ഷികളും അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യത്തിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ അത് RJDയുടെ മാത്രം തീരുമാനമായിരിക്കുമെന്ന് പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ 2 മുന്നണികളും ഏറ്റവും ശ്രദ്ധ വയ്ക്കുന്നത് വോട്ടർമാരെ ആകർഷിക്കാൻ തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുകൊണ്ട് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗർ യോജന പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ചയാണ് നടത്തിയത്. ഏതാണ്ട് 10,000 രൂപ തൊഴിൽ ആവശ്യങ്ങൾക്കായി സ്ത്രീകളുടെ ഏതാണ്ട് 25 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇന്നലെ തേജസ്വി യാദവ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അധികാരത്തിലെത്തിയാൽ 20 ദിവസത്തിനുള്ളിൽ ഓരോ കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ തേജസ്വിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതായത് യുവാക്കളെ ലക്ഷ്യമിടുന്നു, യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള നീക്കം ഇപ്പോൾ മഹാസഖ്യവും നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സീറ്റ് നിർണയ ചർച്ചകൾ ബീഹാറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ. യെസ്, തീർച്ചയായും. രാഗേഷാണ് വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം ബീഹാറിൽ 7 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുമ്പോഴും ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള ദിവസമായിട്ട് പോലും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിനോ എത്താൻ കഴിയുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉടനടി എത്തുമെന്നുള്ള അറിയിപ്പാണ് ഇരു മുന്നണിയിൽ നിന്നും ഉണ്ടാകുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള BJP ഹർജിയും SIT അന്വേഷണം റദ്ദാക്കണമെന്ന TVK ഹർജിയും നിർണായകമാകും. ഇതിനിടെ വിജയ് തിങ്കളാഴ്ച കരൂർ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് നമുക്കൊപ്പം. അജയ്, ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ഹർജികൾ അത് TVK സംബന്ധിച്ച്, വിജയ് സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ്? ആര്യ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൃത്യമായി പറഞ്ഞാൽ മദ്രാസ് ഹൈക്കോടതി TVK സമർപ്പിച്ച ഹർജി, അതുപോലെ തന്നെ BJPയുടെ ഹർജി ഉൾപ്പെടെ കരൂർ സംബന്ധിച്ചുള്ള വിവിധ ഹർജികൾ പരിഗണിക്കുന്നത്. അന്ന് മദ്രാസ് ഹൈക്കോടതി കടുത്ത വിമർശനമാണ് TVKക്കെതിരെ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ സുരക്ഷാ നടപടികൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ DMK സർക്കാരിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അവരൊരു SIT രൂപീകരിച്ച് ഈ അന്വേഷണം ആരംഭിച്ചത്. നോർത്ത് സോൺ IG ആയിട്ടുള്ള അസ്ര ഗർഗിനാണ് ഇത്തരത്തിൽ ഈ അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ SIT അന്വേഷണത്തെ എതിർത്തുകൊണ്ടാണ് TVK ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹർജിയുള്ളത്. അവരുടെ ഇലക്ഷൻ മാനേജ്മെന്റ് അതൊക്കെ നിയന്ത്രിക്കുന്ന നേതാവായിട്ടുള്ള ആദവ് അർജുനെയാണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത്. അതായത് ഹൈക്കോടതി പറയുന്നുണ്ട് പോലീസ് അന്വേഷണം അത് ഇൻഡിപെൻഡൻ്റ് ആകില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു SIT രൂപീകരിച്ചതെന്ന് ഇവർ പറയുന്നുണ്ട്. എന്നാൽ SITയുടെ മേധാവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നോർത്ത് IG അസ്ര ഗർഗിനെയാണ്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ SIT അവരുടെ അന്വേഷണം അത് നിഷ്പക്ഷമാകുമോ എന്നതിൽ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് നിലവിൽ TVK പോയിട്ടുള്ളത്. പിന്നെ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള BJPയുടെ ഹർജിയാണ്. CBI അന്വേഷണം TVKയും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ CBI അന്വേഷണം വന്നാൽ അത് കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ചിലപ്പോൾ തങ്ങളെ പ്രതിരോധത്തിലാക്കാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് TVKയിലെ ഒരു വിഭാഗം നേതാക്കൾ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ TVK അത്തരമൊരു ആവശ്യം അത്ര കടുത്ത രീതിയിൽ ഉന്നയിക്കാതിരിക്കുന്നത്. എന്നാലും അവരുടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും CBI അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ BJPയാണ് ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ ഹർജിയും മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇത്തരമൊരു ഹർജിയുമായിട്ട് പോകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഹർജി എന്ന് പറയുന്നത് TVK നേതാക്കളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടാണ്. മുൻകൂർ ജാമ്യവുമായി
വിഷയവുമായി ബന്ധപ്പെട്ട് ബുസി ആനന്ദും നിർമ്മൽ കുമാറും ഉൾപ്പെടെയുള്ള നേതാക്കൾ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനു മുൻപേ 2 ദിവസം നേരത്തെ വിവിധ ഹർജികൾ പരിഗണിക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് പല പാർട്ടികളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഹർജികളും ഇന്ന് പരിഗണിക്കും എന്നാണ് സുപ്രീം കോടതി നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പിന്നെ വിജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം തിങ്കളാഴ്ച കരൂർ സന്ദർശിക്കും എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഇത് സംബന്ധിച്ച് ഈ തമിഴ്നാട് ഇപ്പോൾ DGPക്ക് ഉൾപ്പെടെ ക്രമസമാധാന ചുമതലയുള്ള DGPക്ക് ഉൾപ്പെടെ കത്ത് അയച്ചിരുന്നു. അപ്പോൾ ഈ കത്തിന് മറുപടിയായിട്ട് DGP പറഞ്ഞത് കരൂർ ജില്ലാ പോലീസ് മേധാവിയെ ബന്ധപ്പെടാനാണ്. അപ്പോൾ ഇതിന് തുടർച്ചയായിട്ട് DIGയോട് മറ്റ് ചില DGPയോട് മറ്റ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് TVK രംഗത്ത് വന്നിട്ടുണ്ട്. അത് വിചിത്രമായിട്ടുള്ള ആവശ്യമെന്നാണ് പോലീസ് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. അതായത് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് മുതൽ ഈ സന്ദർശനം നടക്കുന്ന സ്ഥലം വരെ വിജയ്ക്ക് സുരക്ഷയൊരുക്കണം, സായുധ സേനയെ വിന്യസിക്കണം, മാധ്യമപ്രവർത്തകർക്ക് നിയന്ത്രണം ഏൽപ്പിക്കണം, അതുപോലെ പൊതുജനങ്ങളെ കടത്തിവിടരുത്, ആളുകളെ നിയന്ത്രിക്കണം, പിന്നെ ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും പിന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം മാത്രമേ പ്രവേശനം പാടുള്ളൂ, പിന്നെ TVKയുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും അല്ലാതെ മറ്റാർക്കും പ്രവേശനം കൊടുക്കരുത് എന്നുള്ള വിചിത്രമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് നിലവിൽ TVK രംഗത്ത് വന്നിട്ടുള്ളത്. പോലീസ് ഇത് അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രത്യേക സുരക്ഷാ ഇടനാഴി ഒരുക്കണം എന്നുവരെ TVK പറഞ്ഞിട്ടുണ്ട് വിജയ്ക്ക് സന്ദർശിക്കാൻ വേണ്ടി. ഏതാണ്ട് ഈ പ്രസിഡന്റുമാരും പിന്നെ പ്രധാനമന്ത്രിമാർക്കുമൊക്കെ ഒരുക്കുന്നതിന് സമാനമായിട്ടുള്ള സുരക്ഷ വിജയ്ക്ക് ഒരുക്കണം എന്നുള്ള രീതിയിലാണ് TVK ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് അംഗീകരിക്കുമോ എന്ന് സംശയമാണ്. അംഗീകരിച്ചാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ വിജയ് കരൂറിൽ എത്തുമെന്നാണ് നിലവിൽ TVK വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല വിജയ് ഓരോ വീടുകളിലെത്തി ബന്ധുക്കളെ സന്ദർശിക്കുന്നതിന് പകരം ഒരു പൊതുവേദിയിലിരുന്ന് ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയായിരിക്കും സ്വീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. TVKയിൽ ക്യാമ്പ് ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ കരൂറിൽ ഈ ചില പ്രവർത്തനങ്ങൾ അതെല്ലാം TVK ആലോചിക്കുന്നുണ്ട്. യെസ്, അജയ് സുധാ ബിജുവാണ് നമുക്കൊപ്പം ചേർന്നത്. ചലച്ചിത്ര നിർമ്മാതാവ് ഷീല കുര്യനെ ഡിവൈഎസ്പി മധു ബാബു അപമാനിച്ചെന്ന കേസിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഡിവൈഎസ്പി മധു ബാബുവിനും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷീല കുര്യന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ അച്ഛൻ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച വിഷയത്തിൽ പ്രതി സനൂപ് റിമാൻഡിൽ തുടരുകയാണ്. സനൂപിനെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടേക്കും. പരിക്കേറ്റ ഡോക്ടറുടെ പ്രതികരണവും പ്രധാനമാണ്. കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച വന്നിട്ടില്ലെന്നാണ് സൂപ്രണ്ടിന്റെ പ്രതികരണം. എന്നാൽ മരണത്തിൽ വിശദാന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ കുടുംബം. അപ്പോൾ നമ്മൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും അപ്പോൾ ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാണാം പോലീസ് പെട്രോൾ.